എന്താണ് എങ്ങനെയാണ് ഒരു എസ് യു വി വേണ്ടതെന്ന് ഇന്ത്യക്കാർക്ക് കാണിച്ചെന്ന വാഹനമായിരുന്നു ഡസ്റ്റർ. 14 വർഷം മുമ്പ് ഡസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ ഇന്ത്യക്കാർ അത് സ്വീകരിച്ചു. ഇപ്പോഴിതാ റെനോ വീണ്ടും വരികയാണ് പുതിയ ഡസ്റ്ററുമായി. പുതിയ ഗ്രില്ല് വന്നു. ഗ്രില്ലിൽ റെനോയുടെ ലോഗോയ്ക്ക് പകരം ഡസ്റ്റർ എന്നുള്ള പേരിനാണ് പ്രാമുഖ്യം. അതുകൊണ്ട് തന്നെ പഴയ ഡസ്റ്ററിൻ്റെ ഗ്രില്ലിൽ നിന്നും പൂർണ്ണമായും മാറ്റം വന്നിട്ടുണ്ട്. പുതിയ കറുത്ത ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. അതിൽ നടുക്ക് തന്നെ വലുതായി ഡസ്റ്റർ എന്നുള്ള ബ്രാൻഡ് നെയിമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് പൂർണ്ണമായും മാറി. പുതിയ LED ഹെഡ്ലൈറ്റ് വന്നു. അതിനോടൊപ്പം ചേർന്ന് തന്നെ DRL വന്നു. വൈ ഷേപ്പാണ് DRL. DRLനോട് ചേർന്ന് തന്നെയാണ് സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. ബമ്പറിൽ വെർട്ടിക്കലായി കാണുന്ന എയർ വെൻറ്റ് പുതിയൊരു മാറ്റമാണ്. അതോടൊപ്പം തന്നെയാണ് തൊട്ട് താഴെ തന്നെ കാണാം ചതുരത്തിലുള്ള ഫോഗ് ലാമ്പും. ഉയർന്നു നിൽക്കുന്ന ബോണറ്റിൽ വ്യക്തമായി കാണാം ബോഡി ലൈൻസ്. അത് തന്നെ നമ്മുടെ SUV-ത്വം കൂട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ താഴത്ത് വന്നിട്ടുള്ള ഈ സിൽവർ സ്കിഡ് പ്ലേറ്റുകളും അതുപോലെ ഓഫ് റോഡിൻ്റെ ഒരു ഫീച്ചറിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുൻഭാഗത്ത് നോക്കുമ്പോൾ പ്രധാനമായും നമുക്ക് ഭയങ്കര അഗ്രസീവ്നെസ്സാണ് ഫീൽ ചെയ്യുന്നത് വാഹനത്തിൻ്റെ. പിന്നെ റോഡ് പ്രസൻസും വളരെയധികം മാറിയിട്ടുണ്ട്. പഴയ ഡസ്റ്ററിൽ നിന്നും കുറച്ചും കൂടെ ഉയരവും റോഡ് പ്രസൻസും കൂടിയിട്ടുണ്ട് ഈ വാഹനത്തിന്. ഈ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വാഹനത്തിൽ തീർച്ചയായും ഒരു ബോക്സി ടൈപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അപ്രൈറ്റ് ഡിസൈനാണ് നമുക്ക് തോന്നുക ഒറ്റ നോട്ടത്തിൽ. 18 ഇഞ്ച് അലോയ് വീൽ വന്നിട്ടുണ്ട്. അതായത് പിന്നെ ഈ ക്ലാഡിംഗ് ആണ് ഇത് എടുത്തു പറയത്തക്കതായിട്ട് പറയേണ്ടത്. കാരണം താഴത്തു കൂടെ പൂർണ്ണമായും വാഹനത്തെ കവർ ചെയ്തുകൊണ്ട് നല്ല കട്ടിയിലുള്ള ബ്ലാക്ക് ക്ലാഡിങ് തീർച്ചയായും വാഹനത്തിന് ഒരു റഗ്ഡ് ലുക്കാണ് നൽകുന്നത്. പിന്നെ ഷോൾഡർ ലൈൻസ്, നല്ല കട്ടിയുള്ള ഷോൾഡർ ലൈൻസും മസ്കുലർ വീൽ ആർച്ചുകളും ഒക്കെ പാടെ ചേരുമ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ പക്ക SUV-ക്ക് സമമായി മാറുകയാണ്. കൂടുതൽ സ്പോർട്ടിനെസ് കൊണ്ടുവരാനായിട്ട് പിന്നിലെ ഡോർ ഹാൻഡിലുകൾ വിൻഡോയിലേക്കാണ് കയറ്റി വെച്ചിട്ടുള്ളത്. ചില വാഹനങ്ങളിൽ ഇപ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ള രീതിയിലാണ്. കാരണം പിന്നിൽ ഡോർ ഹാൻഡിൽ തീരെ കാണില്ല. ഇത് സൈഡിലേക്കാണ് വെച്ചിട്ടുള്ളത്. പിൻഭാഗത്തും പൂർണ്ണമായും അഴിച്ചു പണിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ കണക്റ്റഡ് LED ലൈറ്റ് ബാർ. നല്ല ഭംഗിയായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വൈ ഷേപ്പ് ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. അതായത് മുന്നിലും നമ്മൾ കണ്ട പോലെ ഒരു വൈനോട് കൂടുതൽ സാമീപ്യം പുലർത്തുന്ന രീതിയിലാണ് ഇപ്രാവശ്യം വാഹനത്തിന് ഈ ലൈറ്റുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിലും ഈ രീതിയിൽ കാണാം. പിന്നെ വലിയ റൂഫ് സ്പോയിലർ വന്നിട്ടുണ്ട്. ബമ്പർ ആകട്ടെ കുറച്ചും കൂടെ ഹെവിയാക്കി മാറ്റിയിട്ടുണ്ട്. സ്കിഡ് പ്ലേറ്റും വന്നതോടുകൂടി പിൻവശത്തും അതുപോലെ തന്നെ നമുക്ക് ഒരു SUV ഫീൽ വരുത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവർ. അതിൽ വിജയിച്ചിട്ടുമുണ്ട്.